കൊച്ചി മെട്രോയുടെ പേരുമാറ്റി കേരളം മെട്രോ എന്നാക്കാൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നൽകിയ നിർദ്ദേശം സർക്കാരിന്റെ തികഞ്ഞ നിഷേധത്തോടെ തള്ളിയിരിക്കുകയാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേരുമാറ്റാൻ സമർപ്പിച്ച ശുപാർശ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് സർക്കാരിന്റെ ആലോചനയിൽ പോലും ഇല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരുമായി യാതൊരുവിധ മുൻകൂട്ടിയുള്ള ചർച്ചയോ ആലോചനയോ നടത്താതെയാണ് KMRL ഇത്തരമൊരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടതെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഞാൻ ഇന്ന് രാവിലെ പത്രവാർത്ത കണ്ടിട്ടാണ് അറിയുന്നത്. അങ്ങനെയല്ലല്ലോ അറിയണ്ടേ? ആര് സർക്കാർ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. സർക്കാർ അറിയാതെ അവര് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അതിന്റെ അകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് സർക്കാരിന്റെ ആലോചനയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. സർക്കാരിനോട് ആലോചിക്കാതെയാണ് KMRL ഇക്കാര്യത്തിൽ പത്രവാർത്ത നൽകിയത്. രാവിലെ പത്രങ്ങളിലൂടെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തെക്കുറിച്ച് താനും അറിഞ്ഞത്. സർക്കാരിന് മുന്നിൽ ഇല്ലാത്ത വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല. കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം, കോഴിക്കോട് പദ്ധതികളുടെ കൂടി ചുമതല ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിൽ KMRL MD ലോക്നാഥ് ബെഹ്റയാണ് പേരുമാറ്റ ശുപാർശ നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ കൊച്ചി നഗരത്തിന്റെ സാംസ്കാരിക തനിമയും ഐഡന്റിറ്റിയും ഇല്ലാതാക്കാനുള്ള നീക്കമെന്ന് ആരോപിച്ച് വൻ ജനരോക്ഷം ഉയർന്നതോടെയാണ് KMRLന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനം തള്ളി സർക്കാർ വിഷയം ഇവിടെ അവസാനിപ്പിച്ചത്. KMRL നൽകുന്ന വിശദീകരണം അനുസരിച്ച് കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ നഗരങ്ങളിലെ മെട്രോ പദ്ധതികളുടെ കൂടെ ചുമതലയും കമ്പനി ഏറ്റെടുക്കുകയാണ്. കൂടാതെ കൊച്ചി വാട്ടർ മെട്രോ, ഇലക്ട്രിക് മൊബിലിറ്റി തുടങ്ങിയ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ കേവലം ഒരു നഗരത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള പേര് അനുയോജ്യമല്ലെന്നാണ് KMRL വാദിച്ചത്. ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടർന്ന മാതൃകയാണ് ഇതിനായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ ശുപാർശ സംബന്ധിച്ച പത്രവാർത്ത പുറത്തു വന്നതോടെ വലിയ വിവാദങ്ങളാണ് ഉടലെടുത്തത്. കൊച്ചിയുടെ തനിമയും അന്താരാഷ്ട്ര തലത്തിൽ കെട്ടിപ്പടുത്തിയ കൊച്ചി മെട്രോ എന്ന ബ്രാൻഡ് ഇമേജും തകർക്കാനുള്ള നീക്കമാണിതെന്ന് വിമർശകർ ആരോപിച്ചു. സർക്കാരുമായി ചർച്ച ചെയ്യാതെ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് ഭരണപക്ഷത്തു നിന്നും ജനങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. ഒടുവിൽ ഏകപക്ഷീയമായ പ്രഖ്യാപനവും പൊതുജന രോക്ഷവും മുൻനിർത്തി സർക്കാർ ഈ ശുപാർശ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ മറ്റു ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ VP വീണയ്ക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും ഭരണഘടനാ പദവിയിലിരുന്ന് വിഷയത്തെ അഭിപ്രായം പറയുന്നത് അനൌചിത്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ പുനർജനി പദ്ധതിയിൽ ക്രമക്കേടില്ലെന്ന് മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ കണ്ടെത്തിയതാണെന്നും ഏത് ഏജൻസി അന്വേഷിച്ചാലും ക്ലീൻ ഷീറ്റ് ലഭിക്കുന്നത് ഉറപ്പായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷനുകൾ മുൻകൂട്ടി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ വ്യക്തമായ പ്രതികരണത്തോടെ കൊച്ചി മെട്രോ പെരുമാറ്റത്തെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്.